ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി സി ജോർജ്, പൂരം അലങ്കോലപ്പെടുത്തിയതിൽ പോലീസ് ഗൂഢാലോചന നടത്തിയെന്നാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി എസ് സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളുടെ പിന്നിൽ അന്നത്തെ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ എങ്ങനെ കാണുന്നു താങ്കൾ? 100% സത്യസന്ധമായ ഒരു കാര്യം സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. ഇത് അന്നേ നമ്മളെല്ലാം പറഞ്ഞതാണ്. ഇതിപ്പോ പോലീസ് തലപ്പത്തുള്ള ഗൂഢാലോചനയുടെ ഫലമാണ്. ആ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി പങ്കാളിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ദൈവവിശ്വാസം തകർക്കുക, ആചാരങ്ങൾ തകർക്കുക, അതല്ലേ ശബരിമല ഉണ്ടായത്. ആചാരങ്ങൾ തകർക്കണം. ഈ ഗൂഢ ലക്ഷ്യത്തോട് പിണറായി വിജയൻ, നാസ്തികനായി പിണറായി വിജയൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഒന്നാലോചിക്കാൻ, തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ്. അതൊന്ന് ആലോചിക്കുക. അന്നത്തെ കാലത്ത് തന്നെ അത് വലിയ ഇഷ്യൂ ആയി മാറിയില്ലേ? ജനങ്ങളുടെ മുമ്പ് വലിയ ചർച്ചയായി കഴിയുക. അന്നേ പറഞ്ഞു പോലീസ് ഗൂഢാലോചനയാണ് നിന്ന്. ആ ഗൂഢാലോചനയുടെ ഫലമാണ് ഇപ്പോ പി വി അൻവർ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുകയല്ല, പി വി അൻവർ പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കില്ല. ഇനി ഏറെ കാര്യങ്ങളോട് അൻവർ പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയേണ്ടി വരും. ഞാനിപ്പോ ഒന്നും പറയാതിരിക്കുകയാണ്. അൻവർ പറയുന്നത് നോക്കട്ടെ, ഇല്ല പറയേണ്ടി വരും. ഈ ജനം ഇതെല്ലാം അറിയട്ടെ, ജനം അറിയട്ടെ, എന്നിട്ട് ജനം വിധി പറയട്ടെ. ഇവിടെ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം നടക്കല്ലേ? CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം അവിടെ ചർച്ച ചെയ്യട്ടെ. സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണമാണോ ഈ കേരളത്തിൽ നിൽക്കുന്നത്, അതോ ഒരു അഴിമതിക്കാരന്റെ ഭരണമാണ് നിലനിൽക്കുന്നത്? പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ ചർച്ച ചെയ്യട്ടെ. മറ്റു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസും കണക്കല്ലേ? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കായി മാറിയിരിക്കുകയല്ലേ? വളരെ ദുഃഖകരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോക്കിന് അനുകൂലമായി, പിണറായിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ VD സതീശന് പോകുന്നു പ്രതിപക്ഷവും. സത്യത്തിൽ എന്തൊരു കഷ്ടകാലമാണ് കേരളത്തിൽ, ഒന്ന് ആലോചിച്ച് നോക്കി. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇടതുപക്ഷ സർക്കാർ കടന്നു പോകുന്നത്. സ്വയം വരുത്തി വെച്ച ആ ഒരു പ്രതിസന്ധിയാണെന്ന് പറയാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തു വരണമെന്നും സുനിൽകുമാർ പറയുമ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. MR അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന്. പക്ഷേ അത്തരത്തിലുള്ളൊരു സംശയം കൂടി ബലപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്ത് വിടാതിരിക്കുന്നതും അല്ലേ? എന്തിനാ വിളിച്ച് സ്വകാര്യമായിട്ട് വെച്ചിരിക്കുന്നത്? ADGP ആരോട് വിധേയനായ ADGP, അതാണ് അൻവർ പറഞ്ഞ് നിർത്തിയത്. ആരോട് വിധേയനായ ADGP തന്നെയാണ് ഇതിന് ഉത്തരവാദി. ആളാണ് ഇതിന്റെ പുറകെ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. പിണറായി പറയുന്ന എല്ലാ ഊളത്തരം കാണിക്കുന്ന മഹാറൌഡി റാസ്കറായ ഒരു ഉദ്യോഗസ്ഥനാണ് അയാള്. അയാളെപ്പറ്റിയുള്ള ചരിത്രം നമുക്കറിയാലേ. അവിടെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്ക് ചരിത്രം അറിയാം എനിക്ക്. എല്ലാം അറിയാവുന്നതുകൊണ്ട് അറിയാം. ഇതുപോലുള്ള റാസ്കൽസ് ഒക്കെ തലപ്പത്ത് എന്തൊരു ഗതികേടാന്ന് ഞാൻ ആലോചിക്കാം. നടപടി വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ പി സി ജോർജ് ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.